ഏറെ പ്രത്യേകതകളും വൈവിധ്യം നിറഞ്ഞതുമാണ് ഇത്തവണത്തെ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന ആ ഒരു കാർഡിനൽ കോളേജിൻ്റെ ആ ഒരു സ്ട്രക്ചർ. 5 ഭൂഖണ്ഡങ്ങളിൽ നിന്നായി 71ഓളം രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ് ഇത്തവണത്തെ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. ഓർക്കുക, ഈ ഒരു കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കാർഡിനൽസ് അവർ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നിസ്സാരമല്ല. ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത്തെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക എന്ന വളരെ ഗൗരവമേറിയ ഒരു ഉത്തരവാദിത്തം തന്നെയാണ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കാർഡിനൽസിന് ഉള്ളത്. അതിനാൽ തന്നെ ഈ ഒരു കാർഡിനൽസ് അവർ എവിടെ നിന്ന് വരുന്നു, ആ ഒരു വൈവിധ്യം, അതിനെപ്പറ്റി നാം തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായും നാം എടുത്തു പറയേണ്ടത്, ഇത്തവണ വോട്ടവകാശമുള്ള കാർഡിനൽസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 135 അതിൽ 2 പേർ ആരോഗ്യ കാരണങ്ങളാൽ ഇത്തവണ കോൺക്ലേവിൽ പങ്കെടുക്കില്ല എന്നൊരു കാര്യം അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ പരമാചാര്യ കാലഘട്ടത്തിൽ ഈ ഒരു കാർഡിനൽ കോളേജിനെ ഒരു ജോഗ്രഫിക്കലി കുറേ കൂടി ഒരു വൈവിധ്യവൽക്കരണത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. അതായത് ഈ യൂറോപ്പ് സെൻറ്റേഡ് എന്നതിനേക്കാൾ ഉപരി ഒരു അന്താരാഷ്ട്ര സ്വഭാവം ഈ ഒരു കാർഡിനൽ കോളേജിന് നൽകുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്, ഏകദേശം 12ഓളം രാജ്യങ്ങളിൽ നിന്നും ആദ്യമായി കാർഡിനൽസ് ഈ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവിൽ ഇത്തവണ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാർഡിനൽ കോളേജിനെ കുറെ കൂടി ഒരു വൈവിധ്യവൽക്കരണത്തിലേക്ക് നയിക്കുന്നതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. ആ രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യമായി നാം എടുത്തു പറയേണ്ടത് ഹെയ്ത്തിയിൽ നിന്നുള്ള കാർഡിനൽ ചിബ്ലി ലാംഗ്ലോയിസ് ആണ്. ഒപ്പം തന്നെ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിൽ നിന്നുള്ള കാർഡിനൽ ഡിയോഡോണി ഉണ്ട്. പാപ്പ ന്യൂഗിനിയിൽ നിന്നുള്ള കാർഡിനൽ ജോൺ റിബാർട്ട് ഉണ്ട്. മലേഷ്യയിൽ നിന്നുള്ള കാർഡിനൽ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് ഉണ്ട്. സ്വീഡനിൽ നിന്നുള്ള കാർഡിനൽ ആൻഡേഴ്സ് അർബോലിയോസ് ഉണ്ട്. ലക്സംബർഗിൽ നിന്നുള്ള കാർഡിനൽ ജീൻ ക്ലൗഡി ഹോൾറിച്ച് ഉണ്ട്. ടിമോർ ലിസ്റ്റയിൽ നിന്നുള്ള കാർഡിനൽ വിർജിലിയോ ഡോ കോർമാഡ സിൽവയുണ്ട്. സിംഗപ്പൂരിൽ നിന്നുള്ള കാർഡിനൽ വില്യം സെങ് ചേഗോയുണ്ട്. പാരാഗ്വേയിൽ നിന്നുള്ള കാർഡിനൽ അഡാൽബെർട്ടോ മാർട്ടിനസ് ഫ്ലോറസ് ഉണ്ട്. സൗത്ത് സുദാനിൽ നിന്നുള്ള കാർഡിനൽ സ്റ്റീഫൻ അമേയോ മാർട്ടിൻ മുല്ലയുണ്ട്. സെർബിയയിൽ നിന്നുള്ള കാർഡിനൽ ലാൻഡിസ്ലാവ് നെമേറ്റ് ഉണ്ട്. അപ്പോൾ ഇത്തരം രാജ്യങ്ങളിൽ നിന്നും ആദ്യമായി ഒരു റെപ്രസെൻറ്റേഷൻ കോൺക്ലേവിൽ ലഭിക്കുക എന്ന് പറയുന്നത് അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഇനി ഏതൊക്കെ ഭൂഖണ്ഡങ്ങളിൽ നിന്നും എത്ര കാർഡിനൽസ് ഈ ഒരു കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു കോണ്ടിനെൻ്റ് വൈസ് ഈ ഒരു കാർഡിനൽ കോളേജിൻ്റെ ആ ഒരു സ്ട്രക്ചർ തിരിക്കുകയാണെങ്കിൽ, സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ കാർഡിനൽസിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നാണ്. യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ഏകദേശം 53ഓളം കാർഡിനൽസാണ് ഇത്തവണത്തെ കാർഡിനൽ കോളേജിൽ പങ്കെടുക്കുന്നത്. അതിൽ തന്നെ ഇറ്റലിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കാർഡിനൽസ് ഇത്തവണ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു കോൺക്ലേവിൽ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ പോകുന്നത്. 19ഓളം കാർഡിനൽസാണ് ഇത്തവണ ഇറ്റലിയിൽ നിന്നും കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. അതിനുശേഷം ഫ്രാൻസിൽ നിന്നും 6 പേർ, സ്പെയിനിൽ നിന്നും 5 പേർ. അപ്പോൾ ഏറ്റവും കൂടുതൽ കാർഡിനൽസ് യൂറോപ്പിലേക്ക് വരുന്നത് ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ്. തൊട്ടടുത്തായി കാർഡിനൽസിൻ്റെ എണ്ണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അമേരിക്കൻ ഭൂഖണ്ഡമാണ്. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും 37ഓളം കാർഡിനൽസാണ് ഇത്തവണ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നത്. പിന്നീട് നാം ഒരു സ്ട്രെങ്ത് വൈസ് എടുത്തു നോക്കുമ്പോൾ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നും 23 കാർഡിനൽസാണ് ഇത്തവണ കോൺക്ലേവിൽ പങ്കെടുത്ത് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നത്. ആഫ്രിക്കയിൽ നിന്നും 18 പേർ, ഓഷ്യാന മേഖലയിൽ നിന്നും 4 പേർ അടുത്ത ഒരു പരമാചാര്യനെ തിരഞ്ഞെടുക്കുവാനുള്ള ഈ മെയ് മാസം 7-ാം തീയതി നടക്കാൻ പോകുന്ന കോൺക്ലേവിൽ പങ്കെടുത്ത് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കും. ഇനി അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് സെൻട്രൽ അമേരിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക ഇവിടങ്ങളിലെ ഒരു പ്രാതിനിധ്യം കൂടി നമുക്കൊന്ന് നോക്കാം. 16 പേരാണ് നോർത്ത് അമേരിക്കയിൽ നിന്നുള്ളത്, 4 പേർ സെൻട്രൽ അമേരിക്ക, 17 പേർ സൗത്ത് അമേരിക്ക എന്നിങ്ങനെയാണ് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആ ഒരു വിഭജനം നിൽക്കുന്നത്. പ്രായപരിധി കൊണ്ടും ഏറെ വൈവിധ്യം നിറഞ്ഞതാണ് ഇത്തവണത്തെ കാർഡിനൽ കോളേജ്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള 45 വയസ്സുള്ള കാർഡിനൽ ബൈചുക് മുതൽ സ്പെയിനിൽ നിന്നുള്ള 79 വയസ്സുള്ള കാർഡിനൽ കാർലോസ് വരെയുള്ളവർ ഇത്തവണത്തെ കാർഡിനൽ കോളേജിനെ, ഇത്തവണത്തെ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന ആ ഒരു കാർഡിനൽസിൻ്റെ ആ ഒരു പ്രായത്തെ കൂടുതൽ വൈവിധ്യവൽക്കരിക്കുന്നു. 1970കളിൽ ജനിച്ച 6ഓളം കാർഡിനൽസ്, അതായത് ജൂനിയർ കാർഡിനൽസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം, ഇത്തവണത്തെ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. അതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള സീറോ മലബാർ സഭാംഗമായിട്ടുള്ള, ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായിട്ടുള്ള കാർഡിനൽ ജോർജ് ജേക്കബ് പൂവക്കാട് പിതാവാണ്. 1940കളിൽ ജനിച്ച ഏകദേശം 50ഓളം കാർഡിനൽസ് ഉണ്ട് ഇത്തവണത്തെ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. 1950കളിൽ ജനിച്ച 47ഓളം കാർഡിനൽസ്, 60കളിൽ ജനിച്ച 31ഓളം കാർഡിനൽസ്,
ഏറ്റവും മറ്റൊരു രസകരമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത് 1947 ആ ഒരു വർഷത്തിൽ ജനിച്ച 13ഓളം കാർഡിനൽസ് ഇത്തവണത്തെ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബർത്ത് ഇയർ വെച്ച് നോക്കുമ്പോൾ 1947 ഇത്തവണത്തെ കാർഡിനൽ കോളേജിൽ ഏറ്റവും കൂടുതൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ബർത്ത് ഇയർ. 1947 ജനിച്ച ഏകദേശം 13ഓളം കാർഡിനൽസ് ഇത്തവണത്തെ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. 78 വയസ്സിനടുത്ത് അവർക്ക് പ്രായമുണ്ട്. മറ്റൊരു രസകരമായിട്ടുള്ള വസ്തുത 18ഓളം വരുന്ന സന്യാസ സമൂഹാംഗങ്ങളിൽ നിന്നായി 33ഓളം കാർഡിനൽസ് ഇത്തവണ കോൺക്ലേവിൽ പങ്കെടുത്ത് അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നുണ്ട്. ഇനി സന്യാസ സഭകളിൽ ഏറ്റവും കൂടുതൽ ഒരു റെപ്രസെൻറ്റേഷൻ ലഭിച്ചിരിക്കുന്നത് സലേഷ്യൻ സഭയ്ക്കാണ്. 5ഓളം പേരാണ് കാർഡിനൽസായി ഇത്തവണത്തെ ഒരു കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. ജെസ്യൂട്ട് സഭയിൽ നിന്നും 4 പേർ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഫ്രാൻസിസ്കൻ സഭയിൽ നിന്നും 3 പേർ പങ്കെടുക്കുന്നുണ്ട്. ഡൊമിനിക്കൻ സന്യാസ സഭയിൽ നിന്നും 2 പേർ ഇത്തവണത്തെ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. 2 പേർ ഡിവൈൻ വേൾഡ് മിഷണറി സന്യാസ സമൂഹാംഗങ്ങളാണ്. ഒപ്പം തന്നെ മറ്റ് സന്യാസ സമൂഹങ്ങളിൽ നിന്നും ഓരോരുത്തർ വീതം ഇത്തവണത്തെ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 പേർ ഇത്തവണത്തെ കോൺക്ലേവിൽ പങ്കെടുക്കുന്നില്ല. 133 ഇത്തവണത്തെ ആ കോൺക്ലേവിൻ്റെ ആ ഒരു അംഗസംഖ്യ എന്ന് പറയുന്നത്. അതിൽ 3-ൽ 2 ഭൂരിപക്ഷം ലഭിക്കുന്ന ആളായിരിക്കും അടുത്ത വർഷങ്ങളിൽ കത്തോലിക്ക സഭയെ നയിക്കാൻ പോകുന്നത്. വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ്, പ്രത്യേകതകൾ കൊണ്ട് സമ്പന്നമാണ് ഇത്തവണത്തെ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന ആ ഒരു കാർഡിനൽസിൻ്റെ ആ ഒരു എണ്ണം, അവരുടെ പ്രായം, അവരുടെ ജോഗ്രഫിക്കൽ റെപ്രസെൻറ്റേഷൻ, അവരുടെ ബർത്ത് ഇയർ. ഇതൊക്കെ ഇത്തരം വിശേഷങ്ങളാണ് ഇത്തവണത്തെ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കാർഡിനൽസിനെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ നിന്നും നൽകാനുള്ളത്. വത്തിക്കാൻ ചത്തുരത്തിൽ നിന്നും ഷെക്കീന ന്യൂസിന് വേണ്ടി ജോർജി ജോസ്.